കർത്താവിൽ പ്രിയ വിശ്വാസ സമൂഹമേ, കുഞ്ഞുങ്ങളെ, ഇന്ന് ഈ പരിശുദ്ധ ദേവാലയത്തിൽ കടന്നു വന്ന് ഈ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാനും ഉസ്താദ് തിരുമേനിയുടെ ഓർമ്മ കുർബാനയെ കുറിച്ച് കേൾക്കുവാനും രണ്ടു വാക്ക് പറയുവാനും ദൈവം എനിക്ക് തന്ന ഈ വലിയ അവസരമോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനായിട്ടൊരു അവസരം തന്ന അച്ഛന്മാരോടും ചർച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളോടും കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്കുള്ള നന്ദി സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിയാണ് ഉസ്താദ് തിരുമേനി. ഞാൻ ലോകമെമ്പാടും അനേക വ്യക്തികളെ, ക്രിസ്തീയ സമൂഹത്തെയും പല വിധത്തിലുള്ള സമൂഹങ്ങളെയും പല വ്യക്തികളെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടു. എന്നാൽ യഥാർത്ഥമായി ഈ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച് മറ്റുള്ളവരെ സഹായിക്കുവാൻ ഏറ്റവും അധികം ആഗ്രഹത്തോടെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായി. എൻ്റെ അമ്മയുടെ സഹോദരനാണ്. ഇന്ന് അച്ഛൻ പറഞ്ഞതുപോലെ ഇന്ന് 9ാമത്തെ ഓർമ്മ ശുശ്രൂഷയായിരുന്നു. 2012 ഫെബ്രുവരി മാസം 16-ാം തീയതിയാണ് ഈ ലോകം വിട്ട് കടന്നു പോയത്. അതിനുശേഷം ഇന്നും ലോകത്തില് അനേക ജനങ്ങൾ അദ്ദേഹത്തെ മറന്നിട്ടില്ല. ഇന്നും അദ്ദേഹത്തെക്കുറിച്ച് റിസർച്ച് നടത്തുന്നവരും ബുക്ക് എഴുതുന്നവരും അങ്ങനെ അനേക കാര്യങ്ങൾ. ഇന്ത്യയിൽ 30 ഓർഫനേജുകൾ പണിത ഒരു വ്യക്തിയായിരുന്നു. ഞാൻ പലരെക്കുറിച്ചും ചിന്തിച്ചു നോക്കി, പല കാര്യങ്ങളും കേട്ടു. പലരും എന്നോട് പറഞ്ഞു, അപ്രകാരം ഒരു 30 ഓർഫനേജ് പണിത ഒരു വ്യക്തിയെ അവരുടെ ജീവിതത്തിൽ അവർ കണ്ടിട്ടില്ല. ഈ പ്രതിസന്ധി നിറഞ്ഞ ഈ ലോകത്തില് ഉസ്താദ് തിരുമേനിയുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ്. അതിനെ ഫോളോ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളോടും ഒക്കെ ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ളത്. ദൈവം അതിനായിട്ട് അധികമായിട്ട് ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കഷ്ടം തെളിഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ടു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. ജീസസ് കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാവുക എന്ന് പറഞ്ഞു. അവന്റെ കഷ്ടം അവനെ വിട്ട് മാറി. ലൂക്കോസിന്റെ 4-ാം അധ്യായം 40-ാം വാക്യത്തില് അനേകർ കർത്താവിന്റെ അടുക്കൽ ചെന്നു അവരുടെ സൗഖ്യത്തിനായി ആവശ്യപ്പെട്ടു. കർത്താവ് അവരെ എല്ലാം സ്പർശിച്ചു, കൈകൊണ്ട് തൊട്ടു. അവർക്കെല്ലാം പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു. ഒരു കാര്യം വളരെ ക്ലിയറാണ്. ജീസസിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് സുവിശേഷം മറ്റുള്ളവരോട് പറയണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ തന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി തന്നെ വന്ന് കണ്ട് എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ
ഏതെങ്കിലും വേദനയിൽ കൂടെ കടന്നു പോകുന്നവര്, ഏതെങ്കിലും പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവര്, എന്തെങ്കിലും നിരാശയിൽ കൂടെ കടന്നു പോകുന്നവര്, അങ്ങനെയുള്ള വ്യക്തികളെ പൂർണ്ണമായി സന്തോഷിപ്പിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം സുവിശേഷം അവരോട് പറയുന്നത്. ഇന്ന് ഈ ലോകത്തിലും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. കാരണം ഇന്ന് ഏറ്റവും അധികം പ്രതിസന്ധി നിറഞ്ഞ ഒരു ലോകമാണല്ലോ ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. മറ്റുള്ള വ്യക്തികളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നത് ഒരു വലിയ ദൈവിക അനുഗ്രഹമായിരിക്കും. ആരോടെങ്കിലും ഒരു പോസിറ്റീവ് കമന്റ് പറഞ്ഞ മറ്റൊരാളെ എൻകറേജ് ചെയ്യാൻ സാധിച്ചാൽ അതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും സന്തോഷവുമായിരിക്കും. ദൈവത്തിന്റെ ഈ അതിശ്രേഷ്ഠമായ നടത്തിപ്പ് പലപ്പോഴും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ദൈവം പറയുന്നു, നിന്റെ തലയിലെ ഒരു മുടി പോലും ഞാൻ എണ്ണിയിരിക്കുന്നുവെന്ന്. നമ്മുടെ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ഈ വലിയവനായ ദൈവത്തിന് കരുതുവാൻ കഴിയും. ഏത് പ്രതിസന്ധിയെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളെ ഞാൻ കരുതിക്കൊള്ളാം എന്ന് ദൈവത്തിന്റെ വലിയ വാഗ്ദത്തം ഉണ്ട്. ഈ ലോകത്തില് അപ്രകാരം ഒരു വാഗ്ദത്തം നൽകുവാൻ യാതൊരു വ്യക്തിക്കും സാധ്യമായിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ യഥാർത്ഥ ദൈവം. ആ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യവും അനുഗ്രഹവും സന്തോഷവും സമാധാനവും പ്രത്യാശയും ധൈര്യവും ബലവും. ഞാൻ ഒരു ചെറിയ അനുഭവ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കടന്നുപോയ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് ദൈവം എങ്ങനെയാണ് എന്നെ വിടുവിച്ചത്. ഒസ്താത്യോസ് തിരുമേനിയുടെ രണ്ടാമത്തെ ഓർമ്മ ശുശ്രൂഷയുടെ സമയത്ത് ഞാൻ ഓൺലൈനിൽ കൂടെ ഹ്യൂസ്റ്റണിൽ ഇരുന്നപ്പോൾ മാവേലിക്കര സർവീസ് നടക്കുന്നത് ഞാൻ കണ്ടു. അന്ന് ഇപ്പോഴത്തെ ബാബ തിരുമേനിയാണ് ആ സർവീസിൽ ഒരു മെസ്സേജ് പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, സുവിശേഷത്തിന്റെ മത്ത് തലയ്ക്ക് പിടിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈരക്കടവിൽ ജോർജ് കുട്ടിയെന്ന്. സുവിശേഷത്തിന്റെ മത്ത് തലയ്ക്ക് പിടിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈരക്കടവിൽ ജോർജ് കുട്ടിയെന്ന്. സുവിശേഷത്തിന്റെ മത്ത് തലയ്ക്ക് പിടിച്ച ചെറുപ്പക്കാരെയും പ്രായമുള്ളവരെയും നമ്മുടെ ഒത്തിരി ആൾക്കാരെയൊന്നും നമുക്ക് കാണുവാൻ സാധ്യമല്ല. പല വിധത്തിലുള്ള മത്ത് തലയ്ക്ക് പിടിച്ച അനേക മനുഷ്യരുണ്ട്. എന്നാൽ സുവിശേഷത്തിന്റെ മത്ത് നമ്മുടെ തലയ്ക്ക് പിടിച്ചാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശയും ധൈര്യവും. ഞാൻ അന്ന് രാത്രി 12 വരെ ആ സർവീസ് കണ്ടുകൊണ്ടിരുന്നു. രാവിലെ 5 മണിക്ക് എനിക്ക് ജോലിക്ക് പോകണമായിരുന്നു. ഞാൻ ജോലിക്ക് പോകുവാൻ പ്രഭാതത്തിൽ 5 മണിക്ക് എഴുന്നേറ്റു. എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു ബൈബിള് വാക്യം വായിച്ചിട്ട് പ്രാർത്ഥിച്ച ശേഷം മാത്രമേ ഞാൻ ജോലിക്ക് പോകാറുള്ളായിരുന്നു. അന്നത്തെ ദിവസം ഞാൻ വിശുദ്ധ ബൈബിള് തുറന്നപ്പോൾ എന്നെ കാണിച്ച വേദഭാഗം സങ്കീർത്തനം 107 അധ്യായത്തിന്റെ 31, 32 വാക്യങ്ങളാണ്. യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരെ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്തും സ്തുതിക്കട്ടെ. അവൻ ജനത്തിന്റെ സഭയിൽ അവനെ പുകഴ്ത്തുകയും മൂപ്പന്മാരുടെ സംഘത്തിൽ അവനെ സ്തുതിക്കുകയും ചെയ്യട്ടെ. ആ വാക്യമാണ് ഞാൻ അന്ന് വേദവചനത്തിലൂടെ കണ്ടത്. 6 മണിക്ക് ജോലിക്ക് പോയി. ഐറ്റൻ വെസ്റ്റിലെ ടെക്സസ് മെഡിക്കൽ സെന്ററിൽ ഞാൻ ബെൻഡാബ് ഹോസ്പിറ്റലായിരുന്നു അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സമയത്തിന് ചെല്ലുവാൻ വേണ്ടി ഒരു 80 മൈൽ സ്പീഡിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് ഒരു കാറ് ഫ്ലിപ്പ് ഓവർ ചെയ്ത് സൈഡിലേക്ക് വരുന്നത് കണ്ടു. ഞാൻ വിചാരിച്ചു ഞാൻ ആ കാറിനെ കടന്നു പോകും, എനിക്ക് ആക്സിഡന്റ് ഒന്നും പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ആ വണ്ടി ഫോളോ ചെയ്തപ്പോൾ
അതെൻ്റെ ബാക്കിൽ വന്ന് ഇടിച്ചു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ആ സ്റ്റിയറിംഗിൽ ഒന്ന് പിടിച്ചുകൊണ്ട് കർത്താവേ എന്ന് ഒന്ന് വിളിച്ചു. അത് മാത്രമാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നപ്പോൾ എൻ്റെ വണ്ടി അപ്സൈഡ് ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. ഇത് ഫ്രീ വേ ആണ്. ധാരാളം വണ്ടികൾ എല്ലാ സൈഡിലും 5-8 ലൈൻ അവിടെ ഉണ്ട്. 2 സൈഡിലും ധാരാളം വണ്ടികൾ വലിയ സ്പീഡിൽ അവിടെ വരുന്നുണ്ട്. അപ്സൈഡ് ഡൗൺ ആയിട്ട് കിടക്കുന്ന ആ വണ്ടിയിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ ഞാൻ നോക്കിയിട്ട് വലിയ ബുദ്ധിമുട്ട്. എൻ്റെ ബെൽറ്റ് എടുക്കുവാൻ പോലും വലിയ പ്രയാസമായിരുന്നു. ഒരു പ്രകാരത്തിൽ ഞാനത് ഓപ്പൺ ചെയ്ത് വെളിയിലോട്ട് ഇറങ്ങി. എൻ്റെ കാറിൻ്റെ പുറകിൽ ഒരു ട്രക്ക് വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിൽ ഒരു ലൈൻ കൂടിയുണ്ട്. എനിക്ക് ആ സൈഡിലേക്ക് പോകണമെങ്കിൽ ആ ലൈൻകാരെ സ്റ്റോപ്പ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് പോകാൻ സാധ്യമാവുകയുള്ളായിരുന്നു. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ വന്ന വണ്ടികൾ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ആ സൈഡിലേക്ക് പോയി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുക്കിലേക്ക് വന്നു.